താമസിക്കുന്നതിനുള്ള ഒരു സൗകര്യവും കൃത്യമായിട്ട് ഒരുക്കിയിട്ടില്ല. ഒരു ഹാളിൽ, വളരെ വിശാലമായ ഒരു ഹാളിൽ ഈ പറയുന്ന 250 ആളുകളെ ഒപ്പം അവിടെ നിർത്തിയിരിക്കുകയാണ്. കിടക്കുന്നതിനാവശ്യമായ രീതിയിലുള്ള എന്തെങ്കിലും സാധനങ്ങളോ അതുപോലെ തന്നെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ബ്രഷോ അതുപോലുള്ള കാര്യങ്ങൾ പോലും ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്നിറങ്ങി ഇവിടെ എത്തിയതിന് ശേഷം ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞ പ്രാവശ്യവും ക്യാമ്പിൽ തങ്ങിയ ആളുകളുണ്ട്. അവർ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാ സൗകര്യങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നും കിട്ടാനില്ല എന്നാണ്. ഇത് ഏതെങ്കിലും ഒരു ക്യാമ്പിൻ്റെ അനുഭവമല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഒരു സൗകര്യവും ഇല്ലാതെ ക്യാമ്പുകളിൽ പാർപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഭൂതകാല ചരിത്രത്തിൽ 15 ലക്ഷത്തോളം ആളുകളെ ക്യാമ്പിൽ പാർപ്പിച്ച അനുഭവ പാരമ്പര്യമുള്ളവരാണ് കേരളീയർ. ഇപ്പോഴേതാണ്ട് 13,000 മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോഴുള്ളൊരു സ്ഥിതിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഗൗരവപൂർവം ഈ ദുരിതബാധിതർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും താമസിക്കാനുള്ള സൗകര്യവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തണം എന്ന് ഗവൺമെൻറ്റിനോടും അതിനാവശ്യമായ സഹായം ചെയ്തു കൊടുക്കണം എന്ന് പാർട്ടി സഖാക്കളോടും സന്നദ്ധ പ്രവർത്തകരോടും ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അപകട ഭീഷണിയുള്ള മേഖലയിൽ നിന്ന് എല്ലാവരെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാൻ ആവശ്യമായ നിലപാടും സ്വീകരിക്കണം. ഇപ്പോൾ CPIM-ൻ്റെ സജീവ പ്രവർത്തകരാകെ എല്ലാ മേഖലയിലും സജീവമായി രംഗത്തുണ്ട്. ഗവൺമെൻറ്റിൻ്റെ കൂടി സഹായത്തോടു കൂടി ഈ ദുരിതത്തിൽ നിന്ന് അവരെ കരകയറ്റുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായും ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലും അത് ആഗ്രഹിക്കുന്ന ഗൗരവത്തോടെ സംഘടിപ്പിക്കണമെന്ന് തന്നെയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാന സർക്കാർ പുലർത്തിയ കുറ്റകരമായ നിസ്സംഗത വലിയ തോതിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രളയസമാനമായ സാഹചര്യം ഉണ്ടായിട്ടും ആ പ്രദേശത്ത് നേരിട്ടെത്തി പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന കേന്ദ്രത്തിൽ പോലും എത്താൻ അതിനുപോലും സാധിക്കാത്ത സ്ഥിതിയാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുള്ളത്. 1-2 ഫോൺ കോളിൽ അവസാനിപ്പിക്കുന്ന ഉത്തരവാദിത്തമല്ല ഇത്തരമൊരു ഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഉള്ളത്. മഴക്കെടുതിയിൽ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരെക്കാൾ തനിക്ക് പ്രധാനപ്പെട്ടത് വിരുന്നും ജ്വല്ലറി ഉദ്ഘാടനവുമാണ് എന്ന രീതി ആവർത്തിച്ച് ഇന്നലെ പത്രസമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കുന്ന സ്ഥിതി നമ്മൾ കണ്ടു. ദുരന്ത ഭൂമിയിൽ സകലവും നഷ്ടപ്പെട്ട മനുഷ്യരെ പരിഹസിക്കുന്നതിന് തുല്യമായ നിലപാടാണ് അദ്ദേഹം ഇന്നലെ സ്വീകരിച്ചത്. ആശുപത്രിയിൽ കിടക്കുന്ന ഭാര്യാപിതാവിനെ കാണാൻ മുഖ്യമന്ത്രി ഈ സമയത്ത് ഹെലികോപ്റ്ററിൽ പറക്കുകയായിരുന്നു എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത്. ഞാൻ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് എന്ന് പറഞ്ഞത് ബോധപൂർവമാണ്. ദേശാഭിമാനിയോ കൈരളിയോ അല്ല റിപ്പോർട്ട് ചെയ്തത് ആദ്യം. കാരണം ദേശാഭിമാനിയോടും കൈരളിയോടുമാണ് പത്രസമ്മേളനത്തിൽ തട്ടിക്കയറിയത്. നിങ്ങളെല്ലാം ഇത് പൊളിക്കാൻ നടക്കുന്നവരാണ്, പത്രസമ്മേളനം തകർക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഇടപെടൽ നടത്തിയത് അവരോടാണ്. പക്ഷേ അവരല്ല ആദ്യം ഈ വാർത്ത നൽകിയത് എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഒരിക്കൽ പോയിട്ട് ഇറങ്ങാൻ പറ്റാതെ തിരിച്ചു വന്ന് രണ്ടാമത് വീണ്ടും പോയിട്ടാണ് ഭാര്യാപിതാവിനെ കണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോഴാണ് പേര് വെളിപ്പെടുത്താനാവാത്ത ഏതോ നിക്ഷേപകനെ കാണാൻ ആണ് ഞാൻ പറന്നുപോയത് എന്ന് വിശദീകരിച്ചത്. ഒരു കളവെങ്കിലും പറയാതെ ഒരു സമാധാനം കിട്ടാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. ഏതായി ഇത്ര വലിയ VIP നിക്ഷേപകൻ? പേര് പറഞ്ഞാൽ നിക്ഷേപിക്കാനുള്ള സാധ്യത കുറഞ്ഞു പോകുമെന്നുള്ളതുകൊണ്ട് പറയുന്നില്ല എന്നാണ് പറയുന്നത്. വേറൊരു കളവ്. ഇങ്ങനെ ഓരോരോ കളവ് പറഞ്ഞ് യഥാർത്ഥത്തിൽ ശരിയായ വസ്തുതയിൽ നിന്ന് മറച്ച് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഴക്കെടുതിയുടെ ഭാഗമായിട്ട് ഒരു കുട്ടി ഇജി ജോൺ പറയുന്നത് നമ്മൾ കേട്ടു. വളരെ വികാരപരമായ ഒരു
പ്രകടനമായിരുന്നു ആ കുട്ടിയുടെ ഭാഗമായിട്ടുണ്ടായത്. വിഴിഞ്ഞത്ത് വെള്ളം മറിഞ്ഞ് പുല്ലുവിള സ്വദേശിയായ ജോണിനെ കാണാതായിട്ട് 5 ദിവസമായി. 5 ദിവസത്തിന് ശേഷം ഇപ്പോഴും പൂർണ്ണമായ അർത്ഥത്തിലുള്ള തിരച്ചിൽ. ആ കുടുംബം ഇതിനെതിരായിട്ട് ശക്തിയായിട്ട് പ്രതികരിച്ച് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. തിരച്ചിൽ ശരിയാവുന്നില്ല എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ ഭാര്യാപിതാവിനെ കാണാൻ പോയ കാര്യം ആ കുട്ടി പറയുകയാണ്. അത് ഒരാളുടെ ജീവന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോകുന്നു. എന്നാൽ തൻ്റെ അച്ഛൻ്റെ കാണാതായി പോയ എൻ്റെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്താൻ വിസമ്മതിക്കുന്ന നിലയാണ് സ്വീകരിക്കുന്നത് എന്ന് ആ കുട്ടി പറയുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അപകടം മുഖ്യമന്ത്രിയുടെ വീട്ടിലായിരുന്നെങ്കിലോ എന്ന് പറഞ്ഞാൽ ഒരു മകളുടെ ചോദ്യം ഈ സർക്കാരിന് നേരെയുള്ള കണ്ണീര് കൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് എന്ന് നമ്മൾ കാണുന്നു. അതാണ് ജിജി ജോൺ എന്ന നേരത്തെ പറഞ്ഞ ജോണിൻ്റെ മകള് ചോദിച്ച കാര്യം. അപ്പോൾ പുറത്തു പറയാനാവാത്ത എന്ത് ഡീലടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററുമായിട്ട് പോയി ഡീലുണ്ടാക്കിയത് എന്ന കാര്യം ഇപ്പോഴും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ടൂർ പരിപാടിയിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാധ്യമങ്ങൾ തന്നെ പുറത്ത് വാർത്തയായിട്ട് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഔദ്യോഗിക വാഹനങ്ങളുടെ റൂട്ട് പരിശോധിച്ചാലും അത്തരത്തിലുള്ള ഒരു VIP-യെയും ഒരു നിക്ഷേപകനെയും പരാമർശിക്കുന്നൊന്നും തന്നെ അതിലുമില്ല. നേരത്തെ ആര്യാടൻ മുഹമ്മദിൻ്റെ ബന്ധുവിനെ കാണാൻ എന്ന് പറഞ്ഞാണ് അദാനിയെയും BJP നേതാക്കളെയും കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള, അതിൽ ചാർട്ടേഡ് വിമാനം തന്നെയാണ് പോയിട്ടുള്ളത് എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് ചാർട്ടേഡ് വിമാനമായിരുന്നെങ്കിൽ ഇന്ന് ഹെലികോപ്റ്ററാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തപ്പോൾ ഇല്ലാ കഥകൾ ഇറക്കിയവരാണ് ഇപ്പോൾ പുതിയ വാദങ്ങളുമായി രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. അല്ലാതെ ഏതെങ്കിലും സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി അന്ന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നേയില്ല. ഇന്ന് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. മറ്റൊരു കാര്യം ഇപ്പോഴും കേരളം ചർച്ച ചെയ്യപ്പെടുന്നത് CP ജോണിൻ്റെ പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ടാണ്. കേരളത്തിലെ സ്ത്രീകളെ അപമാനിച്ച ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ജനങ്ങളോട് മാപ്പ് പറയണം എന്നിപ്പോഴും കേരളം ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശാക്തീകരിക്കപ്പെട്ട വലിയൊരു ജനവിഭാഗമാണ് കേരളത്തിലെ സ്ത്രീകൾ. കേരളത്തിൽ പകുതിയോളം തദ്ദേശ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ഭരിക്കുന്നത് സ്ത്രീകളാണ്. വിദ്യാഭ്യാസത്തിലൂടെയും നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും കുടുംബശ്രീ പോലെയുള്ള കൂട്ടായ്മകളുടെയും മുന്നേറിയ മലയാളികൾ, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹമാകെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ജനവിഭാഗമായി കേരളത്തിൽ മാറിയിട്ടുണ്ട്. കേരളത്തിലെ ഈ ജനവിഭാഗത്തെയാണ്, ഈ സ്ത്രീകളെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി അപമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ ശാക്തീകരിച്ച മലയാളി സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരാളെയും കേരളത്തിൽ പൊതുസമൂഹവും സ്ത്രീകൾ പ്രത്യേകിച്ചും അനുവദിക്കില്ല എന്ന ഉറച്ച ധാരണയാണ് എനിക്കുള്ളത്. മന്ത്രിയുടെ പുരുഷ മേധാവിത്വ ചിന്തയിൽ നിന്നാണ് സ്ത്രീകൾക്ക് എന്തോ ഔദാര്യം നൽകുന്നു എന്ന നിലയിലുള്ള ഈ പരാമർശങ്ങൾ വരുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നത് UDF തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. അധികാരത്തിലെത്തിയപ്പോൾ അത് ഓർഡിനറിയിലേക്ക് മാത്രമായി ചുരുക്കി. അതൊരു വഞ്ചനയായിരുന്നു. ആദ്യം തീർത്ഥാടനത്തിന് പോകുന്ന ആളുകൾക്കെല്ലാം ഇനി പരമസുഖമായി എന്ന് പറഞ്ഞാൽ ഒരു അമ്പലത്തിൽ മറ്റൊരു അമ്പലത്തിലേക്ക് പോകാൻ, തീർത്ഥാടനത്തിന് വളരെ ദൂരത്തേക്ക് പോകാനുള്ള സൗകര്യമായി എന്നാണ് അന്ന് പറഞ്ഞത്. അതാണ് ഓർഡിനറി ബസ്സിലേക്ക് മാത്രമായി ചുരുക്കിയത്. പാവപ്പെട്ടയാളായി സ്ത്രീകൾ അഭിനയിച്ച് കാട്ടുകയാണ്
എന്ന് മന്ത്രി അധിക്ഷേപിക്കുകയാണ്. മാത്രമല്ല, ഇവർക്ക് എന്തോ ഔദാര്യം നൽകുന്ന എന്ന നിലയിൽ ഈ യാത്രയെ ഗതാഗത വകുപ്പ് മന്ത്രി അവതരിപ്പിക്കുകയാണ്. ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഈ യാത്രയുടെ പണം കണ്ടെത്തുന്നത് എന്ന കാര്യം മന്ത്രി മറക്കാൻ പാടില്ല. ഏതെങ്കിലും സ്ത്രീ അപേക്ഷിച്ചിട്ടാണോ ഈ സൗജന്യം നൽകുന്നത്? സ്വാഭാവികമായൊരു ചോദ്യമാണ്. വോട്ട് കിട്ടാൻ വേണ്ടി UDF നൽകിയ വാഗ്ദാനമല്ലേ? എന്നിട്ടും എന്തിനാണ് ഈ പദ്ധതി ഉപയോഗപ്പെടുത്തുന്നവർക്കെതിരായി സർക്കാർ അവരെ അവമാനിക്കുന്ന രീതിയിൽ പരാമർശങ്ങൾ നടത്തുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിയ വീട്ടമ്മമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിരുന്നു 1000 ഉറുപ്പിക സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നൽകുന്ന പദ്ധതി. ആ പദ്ധതി പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആ പദ്ധതിയിലൂടെ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യം യഥാർത്ഥത്തിൽ 31.39 ലക്ഷം ആളുകൾക്ക് ലഭിക്കുമായിരുന്നു. 16 ലക്ഷം ആളുകൾക്ക് ലഭിച്ചു കഴിഞ്ഞതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ബാധ്യത ഗവൺമെൻറ്, ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഏറ്റെടുത്ത ഘട്ടത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTCയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യാമോഹം ഉണ്ടാക്കി വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. അതിൻ്റെ ആദ്യത്തെ അട്ടിമറിയായിരുന്നു ഓർഡിനറി ബസ്സിലേക്ക് മാത്രമായി ചുരുക്കി. ഇപ്പോഴും ഓർഡിനറി ബസ്സിലേക്ക് കയറുന്ന സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി തന്നെ പരസ്യപ്പെടുത്തുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരായിട്ട് കേരളത്തിൽ അതിശക്തിയായ ജനാധിപത്യ ശക്തികളുടെ, അത് ഞാൻ സ്ത്രീകളെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ശക്തിയായ പ്രതിഷേധം രൂപപ്പെട്ടു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ സ്വകാര്യ ആശുപത്രികൾക്കും സ്ഥാപനങ്ങൾക്കും വേണ്ടിയാണ് മന്ത്രിയുടെ പരാമർശം. അത് വളരെ രസകരമായ ഒന്നാണ്. ആളുകൾ ആശുപത്രിയുടെ വരാന്തയിൽ അച്ഛനെയും അമ്മയെയും കൊണ്ടുപോയി ചികിത്സിക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആശുപത്രിയുടെ വരാന്തയിലാണോ ചികിത്സ നടക്കുന്നത്? എല്ലാം ഒരു തരം അപമാനം സൃഷ്ടിക്കുന്ന നിലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി ഉള്ള ഒരു പ്രസ്താവനയായിട്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കുള്ളൂ. സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നിലപാടുകളാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ വക്താക്കളായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, PM ശ്രീ പദ്ധതിയിൽ മാറ്റമില്ല എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം എന്താണ് വ്യക്തമാക്കുന്നത്? അത് നേരത്തെ തന്നെ ഉണ്ടാക്കിയ ഡീലിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ്. രാജ്യസഭയിൽ ലീഗ് MP ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടിയിൽ കരാറിൽ നിന്നും പിന്മാറാം എന്ന് വ്യക്തമാക്കിയിരുന്നു എന്നത് നമ്മളെല്ലാം വായിച്ചതാണ്, കണ്ടതാണ്. അത് പകൽ വെളിച്ചം പോലെ മുഴുവൻ ആൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞതിന് ശേഷം തെറ്റായ ന്യായങ്ങൾ പറഞ്ഞ് പദ്ധതിയുമായി മുന്നോട്ടേക്ക് പോകാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് കൗൺസിലർ സുഗതൻ്റെ അവധി അത് അനുവദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ നൽകിയ നിയമവിരുദ്ധമായ കത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് കാണുന്നത്. തദ്ദേശ വകുപ്പിലെ ഒരു അണ്ടർ സെക്രട്ടറിയുടെ മേൽ എല്ലാ കുറ്റങ്ങളും ചുമത്തി വിഷയം അവസാനിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വലിയ ഗവൺമെൻറ് വിരുദ്ധ വികാരം ജനങ്ങളിൽ ഉണ്ടായപ്പോൾ ഈ ഗവൺമെൻറ്, VD സതീശൻ ഗവൺമെൻറ്, BJPയുടെ അവർക്കാകെയുള്ള ഒരു കോർപ്പറേഷൻ്റെ ഭരണം നിലനിർത്താൻ വഴിവിട്ട നിലയിൽ പിന്തുണ നൽകുന്നു എന്ന ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാവരെയും, അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, പിന്നെ മുഖ്യമന്ത്രി, ഇവരെല്ലാം മാറ്റി നിർത്തി ഈ വിഷയത്തിൽ നിന്ന് അവരെയെല്ലാം ഒഴിവാക്കി ഒരാളുടെ പേരിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അണ്ടർ സെക്രട്ടറിയുടെ മേലെ കുറ്റം ചുമത്തി രക്ഷപ്പെടാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കത്ത് അയച്ച ആളുകൾക്കെതിരെ പോലും നടപടി ഇല്ല. അത് കത്തയച്ചത് ആഭ്യന്തര വകുപ്പാണ്. നടപടി വന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട അണ്ടർ സെക്രട്ടറിക്ക് നേരെയാണ്. അപ്പോൾ സർക്കാർ തലത്തിൽ നിർദ്ദേശം ലഭിക്കാതെ ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യങ്ങൾ ചെയ്യാനാവുമെന്ന് ആരും കരുതുന്നില്ല. അപ്പോൾ ഇവർക്കെല്ലാമുള്ള ഉത്തരവാദിത്വം കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരം നഗരസഭാ ഭരണം BJPക്ക് ഉറപ്പിക്കാനുള്ള നടപടികളാണ് UDF സർക്കാർ സ്വീകരിച്ച് വരുന്നത്.
ഇതേപോലെ തന്നെയാണ് ടി.ജി. മോഹൻദാസിൻ്റെ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും ഉണ്ടായത്. ആദ്യം കേസെടുക്കാൻ തന്നെ തയ്യാറായില്ല, പിന്നീട് കേസെടുത്തതിന് ശേഷവും ശക്തിയായ പ്രതിഷേധം ഉയർന്നു വന്നതിന് ശേഷമാണ് കേസെടുത്തതെങ്കിലും കേസിൻ്റെ തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അറസ്റ്റോ മറ്റ് നിലപാടുകളോ ഒന്നും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഈ വിഷയത്തിൽ നടപടികളില്ലാതിരിക്കുന്നു എന്നുള്ളത് സംഘപരിവാറിന് കീഴടങ്ങിയ സമീപനത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ബി.ജെ.പിക്ക് സമീപ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നടന്ന ജന്തർ മന്ദിറിൽ നടന്ന യുവജന വിദ്യാർത്ഥി സമരത്തിന് ശേഷം 30 കൊല്ലമായി ബി.ജെ.പി ജയിച്ചു വരുന്ന സീറ്റാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ബി.ജെ.പി തോറ്റത്. എന്ന് പറഞ്ഞാൽ 12 വർഷക്കാലത്തിന് ശേഷം ബി.ജെ.പിയെ തോൽപ്പിക്കാനാവുമെന്ന ശക്തിയായ സന്ദേശം രാജ്യവ്യാപകമായി ഒരേപോലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു പരാജയമായിട്ടാണ് 30 കൊല്ലത്തെ ബി.ജെ.പി വിജയിച്ച മണ്ഡലം തോറ്റു എന്ന കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള നയത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് യുവജന വിദ്യാർത്ഥി വിഭാഗം ബി.ജെ.പിക്കെതിരായ വലിയ പ്രതിഷേധം, അതിൻ്റെ പ്രതിഫലനമാണ് ഈ ബങ്കിപ്പൂരിൽ ഉണ്ടായിട്ടുള്ള വിജയം എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ബി.ജെ.പിയുടെ പരാജയം. ഇപ്പോൾ നരേന്ദ്രമോദി ഏത് പട്ടിയെയോ പൂച്ചയെയോ നിർത്തിയാൽ വിജയിക്കുമെന്നാണ് ബി.ജെ.പി നേതാവ് രവിശങ്കർ പ്രസാദ് ഈ മണ്ഡലത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബങ്കിപ്പൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ആരെയാണോ തീരുമാനിക്കുന്നത് അതിൻ്റെ ഉദാഹരണമായിട്ടാണ്. പട്ടിയോ പൂച്ചയോ നിർത്തിയാൽ വിജയിക്കുന്ന മണ്ഡലത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ബി.ജെ.പി തോറ്റത്. അപ്പോൾ സ്വാഭാവികമായി ബി.ജെ.പിക്കെതിരായ നല്ല രീതിയിലുള്ള മുന്നേറ്റം രാജ്യവ്യാപകമായിട്ട് രൂപപ്പെട്ടു വരുന്നു. പ്രത്യേകിച്ച് യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങളിലും മറ്റ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള കൃഷിക്കാർ ഉൾപ്പെടെയുള്ള മേഖലയിലും എന്നുള്ള ഉദാഹരണങ്ങളായിട്ടാണ് ഇത് കാണാൻ കഴിയും. അപ്പോൾ ബി.ജെ.പിക്ക് എന്താണ് ബദൽ എന്നതിന് ജനകീയമായ മുന്നേറ്റം തന്നെയാണ് ബദൽ എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു തിരഞ്ഞെടുപ്പ് വിധി കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്.